നമസ്തേ, വെൽക്കം ടു മുംബൈ മലയാളി യൂട്യൂബ് ചാനൽ. വീണ്ടും ആനുകാലിക സംഭവങ്ങളും ആയിട്ട് ബന്ധപ്പെടുത്തി സാമ്പത്തിക രംഗത്തെ നമ്മുടെ ഗ്ലോബൽ രംഗത്തെ കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാനായി വീണ്ടും എത്തിയിരിക്കുന്നു. G20 ഉച്ചകോടി ബ്രസീലിൽ നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. ആദ്യമായി 1999 സ്ഥാപിതമായത്. അപ്പോൾ അത് നമ്മൾ ഈ ഫോറത്തിൽ ഈ സംഘടനയുടെ G20 ഒരു ഫോറം രൂപീകരിക്കുകയും അതിൽ മിക്ക രാജ്യങ്ങളുടെയും ഫൈനാൻസ് മിനിസ്റ്റർമാർ ആണ് ചേർന്ന് അവർ സെൻട്രൽ ബാങ്ക്, അതായത് അവരുടെ സെൻട്രൽ ബാങ്ക് ഗവർണേഴ്സും ഒക്കെ ചേർന്നായിരുന്നു വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത്. അതായത് ആഗോള സാമ്പത്തിക പ്രശ്നങ്ങളും ഒക്കെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അത് പിന്നീട് ലീഡേഴ്സ് ആയിട്ട് ആ ലെവലിലേക്ക് ഉയർന്നു. അതായത് G20 ഗവൺമെൻറ് തലത്തിൽ അല്ലെങ്കിൽ രാജ്യങ്ങൾ ആയിട്ട് ഓരോ രാജ്യത്തിൻ്റെയും തലത്തിലേക്ക് ഉയർന്നു, ഗവൺമെൻറ് തലത്തിലേക്ക് ഉയർന്നു. അതായത് പറഞ്ഞാൽ പ്രീമിയർ ഫോറം ഫോർ ഇൻ്റർനാഷണൽ എക്കണോമിക് കോപ്പറേഷൻ എന്നും പറഞ്ഞ് രൂപം കൊടുത്തു 2009. പിന്നീട് എല്ലാ വർഷവും ഇതിൻ്റെ ഉച്ചകോടി നടന്നു പോരുകയും ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഇത് ലക്ഷ്യം വെച്ചിരുന്നത് വലിയ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും അതുപോലെ ട്രേഡ്, നമ്മുടെ രാജ്യങ്ങൾ തമ്മിലുള്ള ട്രേഡ്, ഇങ്ങനെയുള്ള വിഷയങ്ങൾ, പിന്നെ ക്ലൈമറ്റ് ചേഞ്ച്, കാലാവസ്ഥ മാറ്റങ്ങൾ, സ്ഥിരമായ ഒരു വികസന കാഴ്ചപ്പാട്, പിന്നെ ആരോഗ്യം, കൃഷി, ഇങ്ങനെയുള്ള മേഖലകളുടെ പരിസ്ഥിതി കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനുള്ള ഒരു വേദിയായി ഇത് മാറുകയും അങ്ങനെ G20 ഉച്ചകോടി നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിൽ കഴിഞ്ഞ വർഷം, അതായത് ഇന്ത്യക്കായിരുന്നു ചുമതല, 2022 ഡിസംബർ 2023 നവംബർ 30 വരെ ഇന്ത്യയുടെ നേതൃത്വത്തിലായിരുന്നു G20 ഉച്ചകോടി നടന്നത്. അവിടെ പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെട്ടത്. എന്നാൽ ഇപ്പോൾ ഡിസംബർ തൊട്ട് 24 ജനൈറോ എന്ന സ്ഥലത്താണ്, ബ്രസീലിനാണ് അതിൻ്റെ ചുമതല. ബ്രസീൽ നമ്മുടെ പ്രധാനമന്ത്രി കഴിഞ്ഞ 2 ദിവസം മുമ്പേ എത്തിയിരിക്കുകയാണ്. വാർത്തകളിലൊക്കെ നിറഞ്ഞു നിന്നു. അവിടെ എല്ലാ രാഷ്ട്രത്തലവന്മാരും 20 രാജ്യങ്ങളിലെയും പങ്കെടുത്തിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ കണ്ട വിഷ്വൽസിൽ നിന്ന് അല്ലെങ്കിൽ വീഡിയോയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് G20 എന്ന് പറയുന്ന 20 രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ, അത് ലോകത്ത് സാമ്പത്തിക രംഗത്തെ സഹകരണത്തിന് വേണ്ടി രൂപം കൊണ്ട സംഘടന ആണ്. അപ്പം എന്താണ് ഈ സംഘടന കൊണ്ട് ഉദ്ദേശിക്കുന്നത്? G20 നമുക്കറിയാം, കഴിഞ്ഞ വർഷം ഇവിടെ വെച്ച് ഇന്ത്യയിൽ വെച്ചാണ് G20 സമ്മിറ്റ് നടന്നത്, ഉച്ചകോടി നടന്നത്. അവിടെ ഇന്ത്യക്ക് ചെയ്യാവുന്നത്ര കാര്യങ്ങൾ നമ്മൾ ചെയ്തു വച്ചിട്ടാണ്, അല്ലെങ്കിൽ തുടങ്ങി വച്ചിട്ടാണ് G20 ഉച്ചകോടി നടത്തിയത്. ലോകത്ത് G20 രാജ്യങ്ങളിൽ അത് സാമ്പത്തിക സഹകരണം ഉദ്ദേശിച്ചുകൊണ്ട് ആദ്യമായി രൂപം കൊടുത്ത ഈ സംഘടന 1999 സ്ഥാപിതമായത്. അതായത് വലിയ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യുക, അതുപോലെ ട്രേഡ്, നമ്മുടെ രാജ്യങ്ങൾ തമ്മിലുള്ള ട്രേഡ്, ഇങ്ങനെയുള്ള വിഷയങ്ങൾ, പിന്നെ ക്ലൈമറ്റ് ചേഞ്ച്, കാലാവസ്ഥ മാറ്റങ്ങൾ, സ്ഥിരമായ ഒരു വികസനം. നമ്മുടെ പ്രധാനമന്ത്രി കഴിഞ്ഞ 2 ദിവസം മുമ്പേ എത്തിയിരിക്കുകയാണ്. അത് നമ്മൾ കണ്ടു, വാർത്തകളിലൊക്കെ നിറഞ്ഞു നിന്നു. അവിടെ എല്ലാ രാഷ്ട്രത്തലവന്മാരുമായി ചർച്ച ചെയ്യുന്നതും പരസ്പരം അവരുടെ വിഷയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ ഉന്നത ലെവലിൽ ഒരു വലിയ ഗ്രൂപ്പോടുകൂടി രാജ്യങ്ങളുടെ തലവന്മാർ കൂടെ ഇരുന്ന് ചർച്ച ചെയ്യപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ പ്രധാനമായിട്ട് സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളിലുള്ള ഇന്തോനേഷ്യ, മലേഷ്യ, ഇങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങളുമായിട്ടുള്ള ഇന്തോനേഷ്യയുമായിട്ടാണ് മെയിനായിട്ട് നമ്മൾ ചർച്ച കണ്ടത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുടെയും നേതൃത്വത്തിൽ ഒരു ഗ്രൂപ്പ് ചർച്ച ചെയ്യുന്നു വിഷയങ്ങളൊക്കെ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഉദ്ദേശം നടപ്പിലായിട്ടുണ്ടോ, അല്ലെങ്കിൽ അവർ ലക്ഷ്യം വെക്കുന്ന കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, മുൻപ് നമ്മൾ കഴിഞ്ഞ വർഷത്തെ 2023 ഇവിടെ നടന്ന ഇന്ത്യയിൽ നടന്ന ഉച്ചകോടിയിൽ നമ്മൾ പ്രഖ്യാപിക്കുകയുണ്ടായി ഒരു കാര്യം. അതായത് ക്ലൈമറ്റ് ചേഞ്ചിനെ തടയുവാനായി പാരീസ് ഉടമ്പടി പ്രകാരം പാരീസിൽ നടന്ന G20 ഫോറത്തിൽ എടുത്ത തീരുമാനമനുസരിച്ച് അത് കാര്യങ്ങൾ നടപ്പിൽ വരുത്തിയ ആദ്യത്തെ രാജ്യം നമ്മുടെ ഭാരതമാണ്. അപ്പോൾ അതിൽ നമുക്ക് അഭിമാനിക്കാം. പല കാര്യങ്ങളിലൂടെയാണ് ഇത് നടപ്പിൽ വരുത്തേണ്ടത്. അത് നമ്മൾ വൃക്ഷം വെച്ച് പിടിപ്പിക്കുന്നത് ഉൾപ്പെടെ നമ്മുടെ
താപനില തടയുവാനുള്ള, ആഗോളതാപനം തടയുവാനുള്ള ഉപഭോഗങ്ങൾ കുറയ്ക്കുക, അല്ലെങ്കിൽ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും ഒക്കെ ഉപയോഗം കുറയ്ക്കുക, അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളിലേക്കൊക്കെ വരിക, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ എത്തുക എന്ന് പറയുന്നത് വളരെ എളുപ്പം ഉള്ള കാര്യമല്ല. അപ്പോൾ മറ്റ് പല രാജ്യങ്ങളും അത് നോ പറഞ്ഞ് മാറി നിന്ന രാജ്യങ്ങളിൽ പ്രധാനി അമേരിക്ക തന്നെയാണ്. ട്രംപിൻ്റെ ഭരണകൂടം ഒരിക്കൽ വന്നപ്പോൾ ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഒന്നും പാലിക്കുകയില്ല എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോവുകയായിരുന്നു. കാരണം അവർക്ക് അതൊന്നും ബാധകമല്ല. അത് ക്ലൈമറ്റൊക്കെ വരുന്ന രീതിയിൽ വരും. എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്, അദ്ദേഹത്തിൻ്റെ തീരുമാനം, അവരുടെ അമേരിക്കയുടെ തീരുമാനം. അപ്പോൾ നമ്മൾ ഇതൊക്കെ എല്ലാ മെഷേഴ്സും നടപടിക്രമങ്ങളും പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഒരു വഴിക്ക് ശ്രമം നടത്തുന്നു. മറുവഴിക്ക് മറ്റു രാജ്യങ്ങൾ വലിയേട്ടന്മാരെന്ന് സ്വയം പറഞ്ഞ് നടക്കുന്ന രാജ്യങ്ങളായ അമേരിക്ക, അതുപോലെ റഷ്യ, പിന്നെ ചൈനയാണ്. ഈ ചൈനയും അമേരിക്കയും ഒക്കെ അവരുടെ തോന്നിവാസം എന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിൽ തന്നെയാണ് അവർ നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതായത് ഈ പറയുന്ന ക്ലൈമറ്റിക് ചേഞ്ച് ഒഴിവാക്കുവാനായിട്ട് പിന്നെ പാരീസ് ഉടമ്പടി പ്രകാരം എടുത്ത നടപടികളൊന്നും അവർ കൈക്കൊണ്ടിട്ടില്ല, അത് പൂർത്തീകരിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അറിയുന്നത്. പക്ഷേ നമ്മുടെ ഭാരതത്തിൽ നമുക്കറിയാം പല കാര്യങ്ങളും ഉന്നം വെച്ചുകൊണ്ട് അതിൻ്റെ നടപടിക്രമങ്ങൾ തുടങ്ങി വെച്ചു. അതായത് സൗരോർജ്ജത്തിലേക്ക് വരാനായിട്ട് പ്രധാനമന്ത്രിയുടെ സൂര്യാഘർ എന്ന് പറയുന്ന ഒരു പേരിൽ എല്ലാവരും അത്, പക്ഷേ എല്ലാവർക്കും അത് ഉപയോഗത്തിൽ കൊണ്ടുവരാൻ വളരെ പ്രയാസമായി തന്നെയാണ് പറയാൻ വയ്യ. കാരണം മിഡിൽ ക്ലാസ് ആൾക്കാരെങ്കിലും ഇതിലേക്ക് വരണമെങ്കിൽ ഇതിൻ്റെ ഏകദേശം 2.5 ലക്ഷം രൂപയ്ക്ക് മേളിൽ ചിലവ് വരുന്ന, ഏകദേശം 3 ലക്ഷം രൂപയ്ക്ക് അടുത്ത് ചിലവ് വരുന്ന ഒരു പരിപാടിയാണ് ഈ സോളാർ സിസ്റ്റം സ്ഥാപിക്കുക എന്നത്. അപ്പം സോളാർ നമ്മുടെ ഇലക്ട്രിസിറ്റിയുടെ ഉപയോഗം കുറച്ചുകൊണ്ട് സോളാറിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ, അതായത് സൗരോർജ്ജത്തിലേക്ക് യൂസ് ചെയ്ത് തുടങ്ങിയാൽ നമുക്ക് ധാരാളം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകും. പക്ഷേ അത് നമുക്ക് പ്രാപ്തമാകുന്ന രീതിയിലുള്ള ഒരു നിരക്ക് അത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനുമൊക്കെ ആയിട്ട് അത് കുറയ്ക്കാമെങ്കിൽ അതിൻ്റെ നടപടിയായിട്ട് സബ്സിഡി സർക്കാർ കൊടുക്കുന്നുണ്ട്. ഈ 3 ലക്ഷം രൂപയോളം ചിലവ് വരുമ്പോൾ ഏകദേശം 30% 40% ആയിരുന്നു സബ്സിഡി ആയിട്ട് കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ സബ്സിഡി വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്ന് അറിയുന്നു. ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ആ സബ്സിഡി വളരെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതായത് ഏകദേശം കൃത്യമായിട്ട് ഞാൻ കിട്ടുന്നില്ല, എന്തായാലും 50% ഏകദേശം സബ്സിഡി തന്നെ ഉണ്ടെന്ന് പറയാം. അപ്പോൾ നമ്മൾ 3 ലക്ഷം രൂപ മുടക്കി ഇൻസ്റ്റാൾ ചെയ്താൽ 1.5 ലക്ഷം രൂപയ്ക്ക് അടുത്താൽ അത്രയോളം തുക നമുക്ക് തിരിച്ച് സബ്സിഡിയായി സർക്കാർ തിരിച്ചു തരികയാണ്. അപ്പോൾ നമുക്ക് ചിലവാകുന്ന തുക അത്രയുമേ ഉള്ളൂ. ബാക്കി 1.5 ലക്ഷം രൂപയോളമേ നമുക്ക് ചിലവ് വരുന്നുള്ളൂ അത് സ്ഥാപിക്കാനായി. പക്ഷേ അത് തന്നെ ഒരു ഭാരിച്ച തുകയായാണ് പലരും കാണുന്നത്. കാരണം തീർച്ചയായും അതിനൊക്കെ ഒരു സംവിധാനം പുതിയതായിട്ട് ഇനി കൊണ്ടുവന്നാൽ നല്ലത്. കാരണം ഇത് ഒരു വീടിന് മാത്രം ഈ സൗരോർജ്ജം ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 1.5 ലക്ഷം രൂപ നമ്മൾ സബ്സിഡി കിട്ടിക്കൊണ്ട് തന്നെ 3 ലക്ഷം രൂപ ആദ്യം ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് എല്ലാവരെ കൊണ്ടും സാധ്യമായ ഒരു കാര്യമാണെങ്കിൽ പോലും അവർ ചിന്തിക്കും അത്രയും നമുക്കിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണോ. കാരണം ഇലക്ട്രിസിറ്റി കിട്ടുന്നുണ്ട്, അതിൻ്റെ മീറ്റർ ചാർജ് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ 1300 രൂപ അല്ലെങ്കിൽ 1000 രൂപയ്ക്ക് മേളിൽ പോകത്തില്ലെന്ന് കൂട്ടിക്കോ. ഒരു സാധാരണ ഉപയോഗങ്ങളൊക്കെ ഉള്ള ഫാനും ഒരു എ സിയും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഇതൊന്നും ഇല്ലാതെ ഒരു 600-700 രൂപയ്ക്കകത്ത് വൈദ്യുതി ഒരു മാസം നിൽക്കുന്നെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമാണ്. പക്ഷേ ഈ വൈദ്യുതി ഇങ്ങനെയുള്ള വൈദ്യുതി ഉപഭോക്താക്കളെ എങ്ങനെ പദ്ധതി പ്രകാരം കൊണ്ടുവരാം എന്നുകൂടി ആലോചിക്കണം. കാരണം ഒരു 2 വീടുകൾ ചേർന്ന് ഒരു പക്ഷേ ഈ പദ്ധതി ആവിഷ്കരിച്ചാൽ പറ്റിയെങ്കിൽ അത് വളരെ നന്നായിരുന്നേനെ. അവരുടെ ഉപയോഗം കുറവായിരിക്കും. അവർ പക്ഷേ മോട്ടോർ എടുക്കുക, അല്ലെങ്കിൽ എ സി പിന്നെ വീടുകളിൽ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഇത് എല്ലാ വീടുകളിലും ഉണ്ടാകണമെന്നില്ല. അപ്പോൾ 2 വീട് ചേർന്ന് ഈ പദ്ധതി ആവിഷ്കരിക്കുവാൻ സാധിച്ചിരുന്നെങ്കിൽ, അതിനുള്ള നടപടിക്രമങ്ങൾ എടുത്തിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു എന്ന് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ അതായത് ഞാൻ ആലോചിച്ച് നോക്കിയിട്ട് 3 ലക്ഷം രൂപ 1.5 ലക്ഷം രൂപ വെച്ച് നമുക്ക് മുടക്കിയാൽ മതി അപ്പോൾ ഒരാൾക്ക്. പിന്നെ സബ്സിഡിയായിട്ട് കിട്ടുന്ന 1.5 ലക്ഷം തിരിച്ചു വരുമ്പോൾ അത് പകുതി 2 കൂട്ടർക്കുമായി കിട്ടുകയും ചെയ്യും. അപ്പം മൊത്തം ചിലവ് ഒരാൾക്ക് വരുന്നതെന്ന് പറയുന്നത് 75,000 രൂപ വീതമേ വരുന്നുള്ളൂ. അത് ലൈഫ് ടൈം ആണെന്ന് കൂട്ടിക്കണം. അപ്പോൾ 75,000 രൂപയ്ക്ക് നമ്മളിങ്ങനെ ഒരു സോളാർ സിസ്റ്റം സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഈ നമ്മുടെ വീടിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതൊരു സസ്റ്റൈനബിൾ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. വളരെ കാലം ഉപയോഗിക്കാം, ലൈഫ് ടൈം നമ്മളൊക്കെ എന്ന് തന്നെ പറയാം. പിന്നെ മെയിൻ്റനൻസ് ഒന്നും വന്നില്ലെങ്കിൽ ഈ സോളാർ പാനലുകൾക്കൊക്കെ. പിന്നെ അതിൻ്റെ സർവീസും കാര്യങ്ങളും ഒക്കെ വളരെ ലളിതമാക്കുക, സുതാര്യമാക്കുക. പിന്നെ വളരെ എളുപ്പം സാധിക്കുന്ന, ചിലവ് കുറഞ്ഞ രീതിയിൽ നടക്കുന്ന രീതിയിൽ റീഇൻസ്റ്റാൾ ചെയ്യുക എന്ന് പറയുമ്പോൾ വീണ്ടും അത്രയും തുകയും. അപ്പോൾ ഇതൊക്കെ ഇനിയും ചർച്ച ചെയ്ത് കേന്ദ്രവും സംസ്ഥാന സർക്കാരും കൂടി ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ പ്രധാനമന്ത്രി പല സ്ഥലങ്ങളിൽ ഇങ്ങനെ ഊരുചുറ്റി നടക്കുകയാണെന്നും അദ്ദേഹത്തിന് എന്താ വേറെ പണിയൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയുന്നവർക്ക് ഇപ്പം ബോധ്യമായി കാണുമല്ലോ. എന്തിനാണ് നമ്മളിതൊക്കെ ഈ രാജ്യങ്ങളുടെ കൂട്ടായ്മ ഉണ്ടാകുന്നതും അല്ലെങ്കിൽ അവിടെയൊക്കെ പോകുന്നതും വരുന്നതും ഒക്കെ എന്ന് മനസ്സിലാകുന്നുണ്ടോ? കാരണം ഇന്ന് അത് ഒന്നുകൂടി കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ വേറെ പല കാര്യങ്ങളും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇന്നിപ്പോൾ രാജ്യത്ത് നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് സാധ്യമായതെന്ന്,
അതായത് പല രാജ്യങ്ങളിൽ പോയി നമ്മൾ ചർച്ചകളും കാര്യങ്ങളും ഒക്കെ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സാധ്യമായ കാര്യങ്ങളാണ് പറഞ്ഞത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ GDP നോക്കുക, ഗ്രോത്ത് റേറ്റ്. അതായത് ഭാരതം G20 രാജ്യങ്ങളിൽ ഏറ്റവും GDP നമ്മുടെ റേറ്റാണ് ഉയർന്നിരിക്കുന്നത് പെർസെൻറ്റേജ് വൈസ്. അതായത് 7%ലേക്ക് 2024 ആകുമ്പോഴത്തേക്ക് 7%ലേക്ക് ആനുവൽ വ്യത്യാസം കണ്ടോണം. മറ്റ് രാജ്യങ്ങൾ നമ്മൾ നോക്കുക, മറ്റ് രാജ്യങ്ങളിൽ ചൈന 4.8% ഉള്ളൂ. അപ്പോൾ റഷ്യ 3.6% ഉള്ളൂ. ഇപ്പോൾ ഈ ഉച്ചകോടി നടക്കുന്ന ബ്രസീൽ 3% ഗ്രോത്ത് കണ്ടിട്ടുള്ളൂ, വളർച്ച കണ്ടിട്ടുള്ളൂ GDP-യിൽ. മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളൊക്കെ 3% വളർച്ച കാണുന്നുണ്ട്. അതുപോലെ ടർക്കി 3%, USA, അമേരിക്ക 2.8% വളർച്ചയെ കാണുന്നുള്ളൂ എന്നുള്ളതാണ് പരിതാപകരമായൊരു കാര്യം. കൊറിയ 2.5%, മെക്സിക്കോ 1.5%, സൗദി അറേബ്യ 1.5% ഉള്ളൂ ഗ്രോത്ത്. കാനഡയിൽ 1.3% ഉള്ളൂ, ഓസ്ട്രിയ 1.2%, ഫ്രാൻസ് 1.1%. യൂറോപ്യൻ യൂണിയൻ മൊത്തത്തിൽ ഏകദേശം യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട രാജ്യങ്ങൾ പലതുണ്ടല്ലോ, അപ്പോൾ 1.1% വളർച്ചയുള്ളൂ. UK 1.1% വളർച്ചയുള്ളൂ. സൗത്ത് ആഫ്രിക്ക ഒരു വലിയ രാജ്യമാണ്, സൗത്ത് ആഫ്രിക്ക 1.1%. ഇറ്റലി 0.7%, ജപ്പാൻ 0.3%, ജർമ്മനി 0, ഒട്ടും ഗ്രോത്ത് ഉണ്ടായിട്ടില്ല. അപ്പം അർജൻറ്റീനയിൽ മൈനസിലാണ്, -3.5. ഈ G20 രാജ്യങ്ങളിൽ 7% വളർച്ചയോടുകൂടി ഇന്ത്യ തല ഉയർത്തി പിടിച്ചു നിൽക്കുന്നു. അപ്പോൾ നമുക്ക് എന്താണ് നേട്ടം എന്ന് ചോദിച്ചാൽ ഇതാണ് ഒറ്റ നോട്ടത്തിൽ നമുക്ക് പറയാവുന്ന ഒരു പിക്ചർ. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മളെടുത്ത നടപടിക്രമങ്ങളൊക്കെയാണ്, നമ്മൾ എടുക്കാനിരിക്കുന്ന നടപടിക്രമങ്ങളൊക്കെയാണ്. അത് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ എന്താണ് സാധിച്ചതെന്ന് വെച്ചാൽ സാനിറ്റേഷൻ രംഗത്ത്, അതായത് നമ്മൾ പണ്ട് നമ്മുടെ പ്രധാനമന്ത്രി ശൗചാലയത്തിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ പലരും അത് പുച്ഛിച്ച് തള്ളുകയും ശൗചാലയം ഉണ്ടാക്കാൻ നടക്കുന്ന പ്രധാനമന്ത്രി എന്ന് പറയുന്ന എല്ലാവരും പരിഹസിക്കുകയും ചെയ്തു. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ഇതൊക്കെ അന്ന് നമ്മുടെ പ്രധാനമന്ത്രി ഇത് ആവിഷ്കരിക്കാനായിട്ട് ആഹ്വാനം ചെയ്ത് ഇത് പ്രോജക്റ്റുകൾ കൊണ്ടുവരുമ്പോൾ സ്വച്ഛ് ഭാരത് അഭിയാൻ എന്ന് പറഞ്ഞ്, അപ്പോൾ അന്ന് ആ പ്രോജക്റ്റും പ്രകാരം ഇപ്പോൾ വർഷത്തെ വ്യത്യാസം കണ്ടോണം. 12.4 കോടി ടോയ്ലറ്റാണ് ഭാരതത്തിലുടനീളം ഉണ്ടാക്കിയിരിക്കുന്നത്. വെറുതെ ഉണ്ടാക്കിയതല്ല, ഇത് ആവശ്യക്കാർക്ക് ഉണ്ടാക്കി കൊടുത്ത കണക്കാണ് പറയുന്നത്. 12.4 കോടി ടോയ്ലറ്റുകൾ പണിത് കൊടുത്ത് റൂറൽ ഏരിയയിൽ അതിൻ്റെ 39% നിന്ന് സാനിറ്റേഷൻ ഉണ്ടായിരുന്ന സ്ഥലത്തുനിന്ന് 100%ലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ് 2024 ആയപ്പോഴേക്ക്. ഇതൊക്കെ എന്ത് വലിയ കാര്യങ്ങളാണെന്ന് ആലോചിച്ചോണം. കാരണം ഇത് സിമ്പിളായിട്ട് അങ്ങനെ പറഞ്ഞു പോകാനുള്ള ഒരു കാര്യമല്ല. അതായത് അതുകൊണ്ട് 70,000, 60,000, 70,000 വരുന്ന കുഞ്ഞുങ്ങൾ മരണപ്പെടുന്ന സംഖ്യ, ബാലമരണങ്ങൾ, മോശം അവസ്ഥയിലൂടെ രോഗങ്ങൾ പിടിപെട്ട് മരിക്കുന്ന ആ ഒരു അവസ്ഥ മാറിയിരിക്കുകയാണ് ഭാരതത്തിലെന്ന് ഓർക്കണം. പിന്നെ 93% വനിതകൾ സേഫായിട്ട് അവരുടെ പ്രഭാത കർമ്മങ്ങൾ നിർവഹിക്കുവാൻ സാധിക്കുന്നു എന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. 93% വനിതകൾ മൊത്തത്തിൽ ഇപ്പോൾ അത് അവർക്ക് സേഫായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ അവർക്ക് അവരുടെ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കുവാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ആലോചിക്കണം, എത്രത്തോളം മോശമായ ഒരു അവസ്ഥയിൽ കൂടിയായിരുന്നു നമ്മുടെ ഭാരതത്തിൻ്റെ ഗ്രാമീണ ഏരിയകളിലൊക്കെ, അല്ലെങ്കിൽ അതുപോലുള്ള റിമോട്ട് ഏരിയകളിൽ അവർ കഴിഞ്ഞുകൊണ്ടിരുന്നതെന്ന് ഓർക്കണം. എത്ര കഷ്ടമായ ചുറ്റുപാടുകളിലാണ്. ഇത് നേരിട്ട് കാണണമെങ്കിൽ നമ്മൾ കേരളം വിട്ടോ അല്ലെങ്കിൽ നമ്മുടെ സിറ്റി, നമ്മൾ താമസിക്കുന്ന നമ്മുടെ സൗകര്യങ്ങൾ വിട്ട് പുറത്തിറങ്ങിപ്പോയാലേ കാണുള്ളൂ. എൻ്റെ ഒരു അനുഭവത്തിൽ കൂടി പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് 1998 കാലഘട്ടം, 2000 കാലഘട്ടത്തിൽ മുംബൈ വന്ന് മുംബൈയിൽ അവിടെ ജോലി എടുത്തുകൊണ്ട് ചെറിയ ചെറിയ ജോലികളിൽ കൂടി ഒരു ജീവിതം കരുപിടിപ്പിക്കാൻ തുടങ്ങിയ ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്കിന്ന് 60 വയസ്സ് പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു, 60-61 വയസ്സ്. അപ്പം ഓർക്കണം, ഈ 2000 ആണ്ടുകളിലൊക്കെ നമ്മൾ മുംബൈയിലെ, അതിനു മുമ്പേ നമ്മൾ ഡിഗ്രി കഴിഞ്ഞ കാലഘട്ടത്തിൽ ഞാൻ 1984-85 സമയത്ത് മുംബൈയിൽ ജോലിക്ക് ചേർന്നതാണ്. ഒരു ട്രാവൽ ഏജൻസിയിൽ ചെറിയൊരു പണി കിട്ടിയായിരുന്നു. അപ്പോൾ ആ സമയത്ത് പല സ്ഥലങ്ങളിൽ എനിക്ക് മാർക്കറ്റിങ്ങിന് പോകേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ കാണാം, രാവിലെ സമയത്താണെങ്കിലും ഏത് സമയത്ത് നോക്കിയാലും ഉച്ചതിരിഞ്ഞുള്ള ഓഡ് അവേഴ്സിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അതിശയിച്ചു പോകും. അവിടുത്തെ പിന്നെ സബർബൻ റെയിൽവേ ട്രാക്കുകളുടെ വശത്തിരുന്ന് ഒരു കുപ്പി വെള്ളം അല്ലെങ്കിൽ ഒരു ബക്കറ്റ് വെള്ളം സൈഡിൽ വെച്ചുകൊണ്ട് ഒരു കപ്പ് വെള്ളമെങ്കിലും സൈഡിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ കുത്തിയിരിക്കുന്ന ആൾക്കാർ. അപ്പം ചിന്തിച്ച് നോക്കുക, അവരുടെ പ്രാഥമിക കർമ്മം നിർവഹിക്കാൻ ഒരു സ്ഥലമില്ലാതെ ആ സ്ഥലങ്ങളിലാണ്. അപ്പോൾ പാളങ്ങൾ ഇങ്ങനെ അടിക്കടിക്ക് റോയായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ വണ്ടി പോകുമ്പോൾ പാഞ്ഞങ്ങ് പോത്തേ ഉള്ളൂ, പക്ഷേ ദൂരെ നിന്ന് ഇതിൻ്റെ സ്മെല്ല് ഒരു വല്ലാത്ത ഇത് നമുക്ക് കിട്ടും. അനുഭവമുള്ള അവർ പറയുക.
ഏതായാലും എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. ഈ സമയങ്ങളിൽ നമ്മൾ ചിന്തിച്ചു പോയിട്ടുണ്ട്, ഇതൊക്കെ എന്നാണ് ഇങ്ങനെ ഇവർക്കൊക്കെ ഈ ഒരു അവസ്ഥ മാറുന്നതെന്ന് നമ്മൾ ദയനീയമായി ചിന്തിച്ച് നോക്കിയിട്ടുണ്ട്. നമുക്കതിനൊരു സൊല്യൂഷനും കിട്ടുന്നില്ല ഒരു സമയമായിരുന്നു അത്. അത് കഴിഞ്ഞ് ഈ 2000 കാലഘട്ടത്തിൽ 84 കഴിഞ്ഞ് 85 കഴിഞ്ഞ് 15 വർഷം പിന്നിട്ടിട്ടും 38 വയസ്സിലാണ് ഞാൻ വീണ്ടും മുംബൈക്ക് വരുന്നത്. അപ്പോൾ ഓർക്കണം, അത്രയും 15 വർഷം പിന്നിട്ട് കഴിഞ്ഞിട്ടും ഞാൻ ഇതുപോലെ മാർക്കറ്റിങ്ങിനായിട്ട്, ട്രാവൽ ഏജൻസിയുടെ മാർക്കറ്റിങ്ങിനായിട്ട് ഇങ്ങനെ ട്രെയിനുകളിലൊക്കെ, ലോക്കൽ ട്രെയിനുകളിൽ സഞ്ചരിക്കുമ്പോഴും ഈ അവസ്ഥ പല സ്ഥലങ്ങളിലും ഞാൻ കാണുന്നുണ്ടായിരുന്നു. ഇതെപ്പം മാറും? അപ്പം ഏകദേശം 2014 ശേഷം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന് അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നത് പോലും ചിലർക്ക് വെറുപ്പായി കണ്ട പല ആൾക്കാരെയും എനിക്കറിയാം. കാരണം അദ്ദേഹം എന്തോ ഒരു വലിയ കൊടുംപാതകം ചെയ്ത പോലാണ് അദ്ദേഹത്തെ കാണുന്ന ആൾക്കാർ. എന്തിന്? നമ്മുടെ രാജ്യത്ത് നന്മയുള്ള കാര്യങ്ങൾ, നന്മയുള്ള പ്രവൃത്തികൾ ചെയ്യുന്ന ഒരാളെ, അത് ഏത് പാർട്ടിയിൽപ്പെട്ട ആളാണെങ്കിലും, ഏത് പൊളിറ്റിക്കൽ പാർട്ടി ആണെങ്കിലും, നമ്മുടെ പ്രധാനമന്ത്രി എന്ന നിലയ്ക്ക് നമ്മൾ അംഗീകരിക്കുക തന്നെ വേണം. വിദേശ രാജ്യങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് അംഗീകാരത്തിൻ്റെ കൂമ്പാരങ്ങൾ കൊണ്ട് അദ്ദേഹം വീർപ്പുമുട്ടുകയാണ്. നമ്മുടെ രാജ്യത്ത് അദ്ദേഹത്തിന് നമ്മുടെ ആൾക്കാർ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. ഈ സമയത്തൊക്കെ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റുകൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരുന്ന നമ്മുടെ ഭാരതം ഇന്ന് 2024 എത്തി നിൽക്കുമ്പോൾ 10 വർഷങ്ങൾ കൊണ്ട് ഭാരതത്തിൽ വന്ന മാറ്റങ്ങളാണ് ഈ പറഞ്ഞത്. GDP റേറ്റ് 7% ഉയരുകയും, അതുപോലെ സാനിറ്റേഷൻ ഏകദേശം 100% എന്ന് പറയുമ്പോൾ ഇപ്പോൾ അത് പറയുക മാത്രമല്ല, ഇന്ന് നിങ്ങൾ മുംബൈ പട്ടണത്തിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ സബർബൻ ട്രെയിനുകളിൽ ഒരു സ്ഥലത്ത് പോലും നിങ്ങൾക്ക് ഒരാളെ പോലും കാണുവാൻ സാധിക്കില്ല ഇതുപോലെ ഇരുന്ന് ആ വീടുന്ന്. അങ്ങനെ തന്നെ ആ ഭാഷയിൽ തന്നെ നമ്മൾ പറയണം. അപ്പോൾ അന്നൊക്കെ ഞങ്ങൾ കളിയാക്കി പറയുമായിരുന്നു, ചെറുപ്പക്കാർ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ജോലി തേടി പോവുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു തമാശയും ചിരിയൊക്കെ, അതാണ്ട് കണ്ടോ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പെണ്ണുങ്ങളുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി. പുരുഷന്മാരായിരിക്കും ഒട്ടുമുക്കാലും കാണുന്നത്, പെണ്ണുങ്ങളെ നമ്മൾ കാണാറില്ല. അപ്പോൾ അവരെങ്ങനെ കാര്യം സാധിക്കുന്നു? അവർ ഇരുളാൻ നോക്കി നിൽക്കും, സന്ധ്യ കഴിയാൻ അല്ലെങ്കിൽ രാത്രിയാകാൻ. ആ സമയത്ത് പതുങ്ങിയിരുന്ന് എവിടെയെങ്കിലും ട്രാക്കിൻ്റെ ഒരു കോണിൽ പോയിരുന്ന് അവരിങ്ങനെ പുതച്ചു മൂടിയിരുന്ന് അവരുടെ കർമ്മങ്ങൾ നിർവഹിച്ചിട്ട് പോകും. അല്ലെങ്കിൽ വെളുപ്പാങ്കാലത്ത് വെട്ടം വീഴുന്നതിന് മുമ്പ്. എന്തൊരവസ്ഥയാണല്ലേ! അതൊക്കെ മാറിയ നമ്മുടെ ഈ ഭാരതത്തെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അദ്ദേഹത്തിന് എന്ത് അംഗീകാരം കൊടുത്താൽ സാധിക്കും? ഞാൻ ചോദിക്കുന്നത് നമ്മുടെ പ്രധാനമന്ത്രിയെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം ലോകം അദ്ദേഹത്തെ ഇന്ന് ആദരിക്കുന്നു. ഇപ്പം വൈകിയ വേളയിൽ ഈ G20 സമ്മിറ്റിൽ കഴിഞ്ഞ ദിവസം നൈജീരിയയുടെ 2ാമത്തെ പരമോന്നത ബഹുമതി അദ്ദേഹത്തിന് സമ്മാനിച്ചിരിക്കുന്നു. ഇത് ആദ്യത്തെ ബഹുമതി കിട്ടിയത് മറ്റാർക്കുമല്ല, എലിസബത്ത് രാജ്ഞിക്കായിരുന്നു. ഇങ്ങനെ പൊക്കവും കാര്യങ്ങളും മഹിമയൊക്കെ ഉള്ള ആൾക്കാർക്ക് മാത്രം കൊടുത്തുകൊണ്ടിരുന്ന അംഗീകാരങ്ങളൊക്കെ നമ്മുടെ പ്രധാനമന്ത്രിയെ തേടി കാത്തിരിക്കുന്നു. അപ്പോൾ ഈ G20 സമ്മേളനത്തിന് ചെല്ലുന്ന അവസരത്തിൽ ഇപ്പോൾ ഇന്ന് ബ്രസീലിൽ ഏറ്റവും അധികം ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന, അല്ലെങ്കിൽ കൂടുതൽ ഫോക്കസ് ചെയ്യപ്പെടുന്നത് നമ്മുടെ ഭാരതത്തെയും നമ്മുടെ പ്രധാനമന്ത്രിയെയും നമ്മുടെ ഗ്രൂപ്പിനെയുമാണ്. എന്തുകൊണ്ട്? കാരണം നമ്മൾ ഇത്ര മെച്ചപ്പെട്ട നിലയിലേക്ക് ഭാരതം അല്ലെങ്കിൽ രാജ്യം മുന്നോട്ട് കുതിച്ച് ഫാസ്റ്റായിട്ട് വന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്ന നമ്മളെക്കാട്ടിൽ കൂടുതൽ മറ്റു രാജ്യങ്ങളാണ്. അവർ ക്യൂ നിൽക്കുകയാണ് അവരുടെ ക്രൂവുമായിട്ട്, അവരുടെ ഗ്രൂപ്പുമായിട്ട് നമ്മുടെ പ്രധാനമന്ത്രിയെ കണ്ട് ട്രേഡ് കാര്യങ്ങളും എക്കണോമിക് കാര്യങ്ങളും പല കാര്യങ്ങളും ചർച്ച ചെയ്യാനും ഒക്കെ ആയിട്ട്. ഒരു കാര്യം മനസ്സിലാക്കണം, ലോകത്ത് ടൂറിസ്റ്റുകൾക്ക് വരാൻ പറ്റിയ ഏറ്റവും ചീപ്പായിട്ട്, ഏറ്റവും യാത്രാ ചെലവ് കുറഞ്ഞ് കഴിഞ്ഞു പോകാനും സ്റ്റേ ഫെസിലിറ്റിയും ഒക്കെ ആയിട്ട് ഏറ്റവും കുറവുള്ള രാജ്യം ഇന്ത്യയായിരുന്നു. പക്ഷേ ഇന്ത്യയിലേക്ക് ടൂറിസ്റ്റുകൾ വരാൻ ഇഷ്ടപ്പെടുന്നു. പക്ഷേ വന്നു കഴിഞ്ഞാൽ മൂക്ക് കുത്തിക്കൊണ്ട് ചുറ്റുപാടും നടന്ന് കാഴ്ച കാണുവാൻ ഒരു വിദേശിയും ഒരു സ്വദേശിയും പോലും ഇഷ്ടപ്പെടുന്നില്ല, അല്ലേ? അപ്പോൾ ഇന്ന് അത് സ്ഥിതി മാറിയിരിക്കുകയാണ്. നമുക്ക് എവിടെ വേണമെങ്കിലും പോകാം. നല്ല ഇൻഫ്രാസ്ട്രക്ചറുകൾ, നല്ല റോഡുകൾ, നല്ല നല്ല കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞു. പട്ടേൽ പ്രതിമ വന്നപ്പോൾ ഗുജറാത്തിൽ സർദാർ വല്ലഭായ് പട്ടേൽ എന്ന ഉരുക്കു മനുഷ്യൻ്റെ പേരിൽ പട്ടേൽ പ്രതിമ കൊണ്ടുവന്നപ്പോൾ അത് കാക്കയ്ക്ക് കാഷ്ടിക്കാനും ഇതുകൊണ്ട് എന്ത് നേട്ടം, പട്ടിണി മാറുമോ എന്നൊക്കെ ചോദിച്ച ആൾക്കാർ ഇന്ന് അവിടെ പോകുവാൻ ക്യൂ നിൽക്കുന്നു, അവിടെ ടിക്കറ്റ് എടുക്കുവാൻ. എന്തിന്? കാരണം അവിടെ ചുറ്റിക്കറങ്ങുവാനുള്ള സ്ഥലങ്ങൾ അതുപോലെ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ മനസ്സിലാക്കും, അവിടെ ആ സ്വദേശികളായ ആ വില്ലേജിലുള്ള ആൾക്കാർക്ക് തന്നെ സർദാർ സരോവർ പദ്ധതിയും ഈ ഒരു പട്ടേൽ പ്രതിമയും കൊണ്ട് അവർക്ക് ജീവിച്ചു പോകാൻ സ്ഥിര വരുമാനമായിരിക്കുന്ന കാര്യങ്ങൾ, ധാരാളം അവസരങ്ങൾ അവർക്ക് കിട്ടിയിരിക്കുകയാണ്. അതുപോലെ കാഴ്ചയിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇത്ര ലോകത്ത് പോകാൻ പറ്റുന്ന രാജ്യങ്ങൾ പലതും കണ്ടവരും അംഗീകരിക്കും. അവിടെ ചെന്ന് കഴിഞ്ഞാലുള്ള സൗകര്യങ്ങൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സംവിധാനങ്ങളാണ്. എസ്കലേറ്റർ ഉൾപ്പെടെ ഈ പ്രതിമയുടെ മുകളിൽ വരെ പോയി കണ്ട് എല്ലാ കാഴ്ചകളും കണ്ട്, അതുപോലെ ചുറ്റിക്കറങ്ങി അവിടെ ബസ്സുകളിലൂടെ പോകുവാനും ഒക്കെ സാധിക്കുന്ന പ്രത്യേകതരം ബസ്സുകൾ, ആധുനിക രീതിയിലുള്ള, അതുപോലെ പരിസ്ഥിതി സൗഹൃദമായ രീതികളിലാണ് ഈവൻ ഇലക്ട്രിക് റിക്ഷാകളും അല്ലെങ്കിൽ സൗരോർജ്ജത്തിൽ ഉള്ള പദ്ധതികളൊക്കെയാണ് അവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത്. എത്രയോ പതിനായിരങ്ങൾക്ക് ജോലിയും കിട്ടിയിരിക്കുന്നു ഇതിനോടകം. അപ്പോൾ ദിവസം പ്രതി ടൂറിസ്റ്റുകൾ വന്ന്, വിദേശികളും സ്വദേശികളുമായ ടൂറിസ്റ്റുകൾ വന്ന് എത്തിച്ചേരുന്ന ടൂറിസ്റ്റുകളുടെ എണ്ണം നമുക്ക് അവിടെ ചെന്ന് നേരിട്ട് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ഗൂഗിൾ സെർച്ച് ചെയ്താൽ എല്ലാവർക്കും കിട്ടും അതിൻ്റെ വിവരങ്ങൾ.
കോടിക്കണക്കിന് രൂപ 3000 കോടി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു 33,000 കോടി രൂപയ്ക്ക് മേളിൽ നമുക്കതിൽ നിന്ന് വരുമാനം കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ എന്താണ് ഈ 3000 കോടി എവിടെ കിടക്കുന്നു? ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെ പല പദ്ധതികളും ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഭാരതത്തിൽ. അപ്പോൾ നമ്മുടെ ഭാരതം വളരുകയാണ്. അപ്പോൾ നമുക്ക് അഭിമാനത്തോടു കൂടി പറയാം, ഇനി അടുത്ത ഒരു 10 വർഷത്തിനകം തീർച്ചയായിട്ടും ലോകത്തെ വലിയൊരു സാമ്പത്തിക ശക്തിയായിട്ട് തന്നെ ഇന്ത്യ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കുന്ന ഈ ക്ലൈമാറ്റിക് ചേഞ്ചുകളൊക്കെ തടയുവാനും ഒക്കെയുള്ള നടപടിക്രമങ്ങൾ എടുത്തുകൊണ്ടാണെന്ന് ഓർക്കണം. അപ്പോൾ അതൊക്കെ പല കാര്യങ്ങൾ നമ്മൾ സഹിച്ചും ക്ഷമിച്ചും വേണം ഇങ്ങനെയുള്ള നടപടികൾ എടുക്കാൻ. അതായത് നമ്മൾ പലരും ആലോചിക്കും നമ്മുടെ സ്വന്തം കാറിൽ നമുക്ക് യാത്ര ചെയ്യാം, പെട്രോൾ കാറിൽ അല്ലെങ്കിൽ ഡീസൽ കാറിൽ. പക്ഷേ നമ്മൾ ഈ കാറുകളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഈ വാഹനം നമ്മളൊരു കാര്യം ചിന്തിക്കുക, നമ്മൾ കഴിവതും പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം അവലംബിക്കാൻ സാധിക്കുമെങ്കിൽ അതിൻ്റെ ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻഫ്രാസ്ട്രക്ചറുകളൊക്കെ വന്നു കഴിഞ്ഞു ധാരാളം. അപ്പോൾ മെട്രോകൾ, ധാരാളം മെട്രോ ലൈനുകൾ. ഇപ്പോൾ ബാംഗ്ലൂർ പട്ടണത്തിൽ പോയി കഴിഞ്ഞാൽ മെട്രോകളുടെ ഒരു സംഭവമാണ് മെട്രോ എന്ന് പറയുന്നത്. കാരണം എത്രയോ ലൈനുകളാണ് കണക്ട് ചെയ്ത് വരുന്ന എല്ലാ സ്ഥലങ്ങളിൽ കൂടി. അപ്പോൾ ഈ മെട്രോയൊക്കെ ആൾക്കാർ ഇപ്പോൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനും അവിടെ പോയി കുറച്ച് നാൾ താമസിച്ചിരുന്നു. അപ്പോൾ മുംബൈയിലും മെട്രോ സൗകര്യങ്ങളൊക്കെ വളരേണ്ടതുണ്ട്. പല ഇത് എലിവേറ്റഡ് പാതയാണ്, ആർക്കും ശല്യമില്ലാതെ മുകളിൽ പോകുന്ന പാതയാണ്. ട്രാഫിക് ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ കാറിലും പോകുന്ന സ്വകാര്യ വണ്ടികളിലൊക്കെ പോകുന്ന ഒഴിവാക്കിക്കൊണ്ട് എല്ലാവർക്കും എളുപ്പം അവരുദ്ദേശിക്കുന്ന സമയത്തിന് നേരത്തെ കാര്യങ്ങൾ നടത്തുവാൻ സാധിക്കും, പോകാനും സാധിക്കും, എത്തിച്ചേരുവാനും സാധിക്കും. അപ്പോൾ അത് അവലംബിക്കും ആൾക്കാർ. അപ്പോൾ ഇതൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് എളുപ്പം ദ്രുതഗതിയിൽ. അപ്പം നമ്മുടെ ഭാരതം വികസിക്കുകയാണ്. നമുക്ക് ഇതൊക്കെ തടയുവാൻ സാധിക്കുന്നു. അതിനോടൊപ്പം ഒരു പരിധിക്ക് വരെ ഇത് തടയുവാൻ നമ്മുടെ രാജ്യം മാത്രം വിചാരിച്ചാൽ ഒക്കത്തില്ല. ആഗോളതാപനവും അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ചും ഒക്കെ പിടിച്ചു നിർത്തണമെങ്കിൽ എല്ലാ രാജ്യങ്ങളും ഇതുപോലൊക്കെ തന്നെ വിചാരിക്കണം. അപ്പോൾ അതിന് ലീഡർഷിപ്പ് എടുത്തുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഭാരതം നമ്മുടെ നേട്ടങ്ങൾ അവിടെ എണ്ണി പറഞ്ഞുകൊണ്ടാണ് നമ്മൾ മറ്റുള്ളവരെ പ്രചോദനം കൊടുത്തുകൊണ്ടിരിക്കുന്നത്, മറ്റു രാജ്യങ്ങൾക്കും. എന്തായാലും നല്ലൊരു ശുഭകരമായ കാര്യങ്ങളിലേക്ക് വരട്ടെ നമ്മുടെ രാജ്യവും ലോകവും. അപ്പോൾ വൺ വേൾഡ് വൺ എർത്ത്, നമ്മൾ പണ്ടേ പറഞ്ഞിട്ടുണ്ട് ലോകമേ തറവാട് എന്ന്. അപ്പം ലോകത്തെ എല്ലാവരും ഒന്നായി നിന്നാൽ നമുക്ക് ഈ ലോകത്തെ രക്ഷിക്കാം, നമ്മൾ അവരവരുടെ രാജ്യത്തെ രക്ഷിക്കാം, അവരവരുടെ സമൂഹത്തെ രക്ഷിക്കാം. പുതിയൊരു ജനറേഷന് വേണ്ടി നല്ലൊരു കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് വളരുവാനും സാധിക്കും. അപ്പോൾ ശരി, എന്നെ കേട്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് ഏവർക്കും നന്ദി. വീണ്ടും കാണാം അടുത്തൊരു കണ്ടന്റുമായി. ജയ് ഭാരത് മാതാ.